വീഡിയോ ഉണ്ട്, ന്യൂ ഇയറിന്റെ വീഡിയോ ആണ്. അത് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി മനുവിനെ കണ്ടിട്ട് മനുവിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ നേരെ വാഗൺ പോകാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ നേരെ വണ്ടി എടുത്ത് രാത്രി തന്നെ വാഗൺ പോയി. എൻ്റെ പൊന്നെ, ചെന്നപ്പോൾ തൊട്ട് തുടങ്ങിയ കാറ്റും തണുപ്പാണ്, ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പായിരുന്നു. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിഡിലോസ്കി പ്ലേസ് എന്ന് പറഞ്ഞാൽ രാത്രി നല്ലൊരു എന്താ പറയുക കിഡിലൻ ആംബിയൻസ് ആണ് കേട്ടോ. ഞാൻ അന്ന് ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. പക്ഷേ രാവിലെ ഒരു ഏർലി മോർണിംഗ് ഒരു 4 o'clock തുടങ്ങിയപ്പോൾ തൊട്ടില്ലേ സൂര്യൻ ഉദിച്ചു തുടങ്ങുന്ന ഒരു വൈബുണ്ട്. എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട. ഇവിടുത്തെ പൊളി എന്ന് പറഞ്ഞാൽ പൊളിമൂട് അമ്പാടി അത്രയും ക്യൂട്ടായിട്ട് കിടക്കുന്ന ഒരു കിഡിലൻ സൂര്യോദയം കണ്ടാണ് ന്യൂ ഇയർ തുടങ്ങിയത്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ആയിട്ട് കുറച്ച് നേരമൊക്കെ ചില്ല് ചെയ്ത് കാമായിട്ടൊക്കെ ഇരുന്ന് ഒരു ശാന്തി പിടിച്ച് എന്താ പറയുക നല്ലൊരു വൈബ്, നല്ലൊരു ദീർഘശ്വാസം വലിക്കുക എന്ന് പറയും. നമുക്ക് കുറേ സ്ട്രെസ്സുകളൊക്കെ ഒഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയിട്ടൊന്നിരുന്ന് അവിടെ ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് വേറൊരു വൈബ് തന്നെയാണ്. കുറേ ടെൻറ്റുകളൊക്കെ ഉള്ള ടെൻറ്റാണ് മെയിനായിട്ട് അവിടെ ആ ഒരു ഗ്രൗണ്ടിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഒരു വീടും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ബിൽഡിങ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് ടെൻറ്റാണ്. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ടിരുന്ന് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. വാഗമണിലാണ് പ്ലേസ്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ പയ്യെ ന്യൂ ഇയർ ഓണായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് തിരിച്ച് എറണാകുളത്തേക്ക് പോരാൻ വേണ്ടി ഇറങ്ങി. പോരുന്ന വഴിക്കൊക്കെ മൊത്തം വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുവിൻ്റെ ഫോർച്യൂണറാണ് ഞങ്ങൾ പോയത്. ഒരു എന്താ പറയുക വാഗമണ്ണൊക്കെ ശരിക്കും നമ്മളുടെ ശരിക്കും ഒരു ദുബായി ആക്കി മാറ്റാൻ പറ്റിയ കുറേ പ്ലേസസ് ഉണ്ട് അവിടെ. ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് ഗവൺമെൻറ്റിന് മൾട്ടിനാഷണൽ ഹോട്ടൽസ് അങ്ങനത്തെ പല പരിപാടികൾ അവിടെ ശരിക്കും തുടങ്ങാം. അങ്ങനെ നേരെ അവിടെ നിന്നൊക്കെ പോന്ന് നേരെ വീട്ടിലെത്തി. വീട്ടിൽ മോർണിംഗ് രാവിലെ തന്നെ എത്തിയതിൻ്റെ പേരിൽ വീട്ടിൽ അമ്പലത്തിലൊക്കെ ഒന്ന് ചെന്ന് ഒരു 1-ാം തീയതി തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു അല്ലാത്തൊരു സുഖമായിരുന്നു. എൻ്റെ നാട്ടിലെ അമ്പലമാണ്. പിന്നെ പറമ്പിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ചൊരു അവിടെ ആ പറമ്പിൻ്റെ കുറച്ച് വെറുതെ പറമ്പിലൊന്ന് എൻജോയ് ചെയ്ത്. കുറേ നാളായി പറമ്പിൽ പോയിട്ട്. അച്ഛനാണ് പറമ്പിൽ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കണത്. വാഴ, പിന്നെ കുറച്ച് കപ്പ, വെണ്ടക്ക, അങ്ങനത്തെ കുറച്ച് പച്ചക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഡൂഡിൻ്റെ വരെ പോയി ഡൂഡിനോട് ന്യൂ ഇയറിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം ന്യൂ ഇയർ ഞാൻ എൻ്റെ ഒരു ലൈഫിലെ ഒരു മെമ്മറബിൾ മൊമെൻ്റാക്കി മാറ്റിയത്. ഞാൻ അതിൽ വളരെയധികം സന്തോഷവാനാണ്. എൻ്റെ ന്യൂ ഇയർ 2025 എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള വർഷമായിട്ട് ഞാൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.